തെരഞ്ഞെടുപ്പിൽ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുതെന്നും ഹൈക്കോടതി. പൂജ ബമ്പർ നറുക്കെടുത്തു. ഒന്നാം സമ്മാനമായ 12 കോടി JC 325526 എന്ന നമ്പർ ടിക്കറ്റിന്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം. മണ്ണുത്തി തിരുവാണിക്കാവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. 2 പേർ പിടിയിൽ. ക്രിസ്മസ് പ്രമാണിച്ച് മദ്യമുണ്ടാക്കി വിപണനം നടത്താനാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് സൂചന. ചേലക്കര MLA UR പ്രദീപും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. UR പ്രദീപ് സഗൗരവും രാഹുൽ ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് മത്സ്യബന്ധന ബോട്ടിടിച്ച് 2 ചീന വലകൾ തകർന്നു. കടലിലേക്ക് ഇറക്കുകയായിരുന്ന ബോട്ട് ചീന വലകൾ ഇടിച്ചു തകർക്കുകയായിരുന്നു. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അകമല ചാക്യാർകുന്നിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ സൗരോർജ്ജ വേലി അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ. 15 വേദികളിലാണ് നാളെ മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ താക്കീത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്ര ഈശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത റിപ്പോർട്ട് കോടതി പരിഗണിക്കവെയാണ് ഹൈക്കോടതി വിമർശനം. കോടതി നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുത്. സാമാന്യ ബുദ്ധി പോലും ഇല്ലേയെന്ന് കോടതി ചോദിച്ചു. ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ചില ആളുകളുടെ ഈഗോ ആകരുത് നടപ്പാകേണ്ടത്. കോടതി നിർദ്ദേശം നടപ്പാകണം. ദേവസ്വം ബോർഡ് ഓഫീസറോട് സത്യവാങ്മൂലം നൽകാൻ കോടതി നിർദ്ദേശം നൽകി. പൂജ ബമ്പർ നറുക്കെടുത്തു. ഒന്നാം സമ്മാനമായ 12 കോടി JC 325526 എന്ന നമ്പർ ടിക്കറ്റിന്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം. JA 378749, JB 939547, JC 616613, JD 211004, JE 584418 എന്ന ടിക്കറ്റുകൾക്കാണ് രണ്ടാം സമ്മാനം. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 5 പേർക്ക് ലഭിക്കും. മണ്ണുത്തി തിരുവാണിക്കാവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. 2 പേർ പിടിയിൽ. പാലക്കാട് സ്വദേശി ഹരി, തൃശൂർ കുറുമ്പിലാവ് സ്വദേശി പുളിപ്പറമ്പിൽ പ്രദീപ് എന്നിവരാണ് പിടിയിലായത്. മുന്തിരി കയറ്റി വന്ന ലോറിയിൽ നിന്നാണ് 35 ലിറ്ററിന്റെ 80 കന്നാസ് സ്പിരിറ്റ് പിടികൂടിയത്. മധ്യമേഖല എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ്, അസിസ്റ്റന്റ് കമ്മീഷണർ സ്ക്വാഡ്, തൃശൂർ റേഞ്ച് പാർട്ടി എന്നിവരടങ്ങിയ സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത്. തൃശൂർ സ്വദേശിക്ക് സ്പിരിറ്റ് കൈമാറാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അറസ്റ്റ്. ബാംഗ്ലൂരിൽ നിന്ന് മുന്തിരി കൊണ്ടുവരുന്നതിന്റെ മറവിലായിരുന്നു സ്പിരിറ്റ് കടത്ത്. സ്പിരിറ്റ് വാങ്ങാനെത്തിയ ആളെ പക്ഷേ പിടികൂടാനായിട്ടില്ല. കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഇയാളെക്കുറിച്ച് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്പിരിറ്റ് വാഹനത്തോടൊപ്പമുണ്ടായിരുന്ന കാർ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും എക്സൈസ് സംഘത്തിന്റെ വാഹനത്തിൽ ഇടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. എക്സൈസ് മധ്യമേഖലാ കമ്മീഷണർ, സ്ക്വാഡ് ഇൻസ്പെക്ടർ CU ഹരീഷ്, തൃശൂർ റേഞ്ച് ഇൻസ്പെക്ടർ KK സുധീർ എന്നിവരടങ്ങിയ സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത്. ക്രിസ്മസ് പ്രമാണിച്ച് വിദേശ മദ്യമുണ്ടാക്കി വിപണനം നടത്താനാണ് സ്പിരിറ്റ് കൊണ്ടുവന്നതെന്നാണ് എക്സൈസിന് ലഭിച്ച സൂചന. പാലക്കാട് രജിസ്ട്രേഷനിലുള്ള ടാറ്റ അൾട്രാ ലോറിയിലായിരുന്നു സ്പിരിറ്റ് കടത്തിയത്. ചേലക്കര MLA UR പ്രദീപും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ മന്ദിരത്തിലെ ഹാളിലായിരുന്നു ചടങ്ങ്. സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആദ്യം UR പ്രദീപായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. സഗൗരവമായാണ് UR പ്രദീപ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യമായാണ് രാഹുൽ MLA ആകുന്നത്. 2ാം തവണയാണ് UR പ്രദീപ് MLA ആകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു. ചേലക്കരയിൽ 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു UR പ്രദീപിന്റെ വിജയം. 18,724 വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം. UR പ്രദീപ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മത്സ്യബന്ധന ബോട്ടിടിച്ച് 2 ചീനവലകൾ തകർന്നു. മടത്തിപ്പറമ്പിൽ ശ്രീജേഷ്, മടത്തിപ്പറമ്പിൽ സുന്ദരൻ, കൈമപ്പറമ്പിൽ വിജയൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ചീനവലയാണ് തകർന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കടലിലേക്ക് ഇറക്കുകയായിരുന്ന ബോട്ട് ചീനവലകൾ ഇടിച്ചു തകർക്കുകയായിരുന്നു. മറുകരയിൽ മുനമ്പം പ്രദേശത്ത് ചീനവലയുണ്ടായിരുന്ന തൊഴിലാളികൾ അപകടം നടക്കുന്നത് കണ്ടുവെങ്കിലും ബോട്ടിനെ തിരിച്ചറിയാനായില്ല. ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു. രണ്ട് ചീനവലകളിലായി 15 തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ചീനവല നശിച്ച തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് എറിയാട് പഞ്ചായത്ത് അംഗം KM സാദത്ത് ആവശ്യപ്പെട്ടു. അകമലയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ചാക്യാർ കുന്ന് മേഖലയിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാനകൾ ഇറങ്ങിയത്. എറങ്ങിക്കളത്തിൽ ജയേഷിന്റെ വീട്ടുപറമ്പിലേക്ക് കമ്പിവേലി തകർത്തെത്തിയ കാട്ടാന തെങ്ങും കവുങ്ങിൻ തൈകളും വാഴകളും പാടത്തെ നെൽച്ചെടികളും വ്യാപകമായി നശിപ്പിച്ചു. പ്രദേശത്ത് തുടർച്ചയായി കാട്ടാനകൾ ഇറങ്ങി കൃഷിനാശം വരുത്തുന്നത് ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയായിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച സൗരോർജ്ജ വേലി അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ. നിലവിൽ 232 പോയിന്റ് നേടിയ വലപ്പാട് ഉപജില്ലയാണ് മുന്നിലുള്ളത്. 221 പോയിന്റ് വീതം നേടി ചാവക്കാട്, കുന്നംകുളം ഉപജില്ലകൾ 2ാം സ്ഥാനത്തുണ്ട്. സ്കൂൾ വിഭാഗത്തിൽ 81 പോയിന്റ് നേടിയ പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ് 1ാം സ്ഥാനത്ത്. 73 പോയിന്റ് നേടി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനത്താണ്. സർക്കാരിന്റെ നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടക്കുന്നതിനാൽ ഇന്ന് മത്സരങ്ങളില്ല. നാളെ രാവിലെ ടൗൺഹാളിൽ മന്ത്രി ആർ ബിന്ദു കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 15 വേദികളിലായാണ് നാളെ മത്സരങ്ങൾ. ഇരുള നൃത്തം, പണിയ നൃത്തം, ഹൈസ്കൂൾ വിഭാഗം, നാടോടി നൃത്തം, സംഘനൃത്തം എന്നിവ നാളെ വേദിയിലെത്തും. കലോത്സവം TCV തത്സമയം സംപ്രേഷണം ചെയ്യും. തൃശൂരിൽ നിന്നുള്ള അസിന് ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനം. അപ്പീലിലൂടെ എത്തിയാണ് അസിൻ നേട്ടം സ്വന്തമാക്കിയത്. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിൽ 2ാം സ്ഥാനത്തായ അസിന് സ്വന്തം പ്രകടനത്തിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം ശരിവെക്കുന്നതാണ് അപ്പീലിലൂടെ എത്തി ജില്ലാ കലോത്സവത്തിൽ നേടിയ ഈ 1ാം സ്ഥാനം. ഇതോടെ നാടോടി നൃത്തത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന തലത്തിൽ ഇക്കുറിയെത്തുക അസിനാകും. മുൻപ് ഹൈസ്കൂൾ വിഭാഗത്തിൽ കുച്ചിപ്പുടിയിൽ സംസ്ഥാന വേദിയിൽ മാറ്ററിയിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് നാടോടി നൃത്തത്തിൽ സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് അസിൻ. ഹാപ്പിയാണ്. ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള റിസൾട്ട് കിട്ടി. ഫോക്ക് ഫസ്റ്റ് ടൈമാണ്. ഞാൻ 10th പോയിരുന്നു, കുച്ചിപ്പുടി പോയിരുന്നു. വടക്കൻ പാട്ടിലെ വീരകഥാപാത്രമായ പൂമാതൈ പൊന്നമ്മയെ വേദിയിലെത്തിച്ചാണ് അസിൻ്റെ മിന്നും പ്രകടനം. കലാക്ഷേത്രം അമൽനാഥാണ് ഗുരു. മത്സരം നല്ല മത്സരമായിരുന്നു. ഒരു 4-5 പേര് നല്ല ടൈറ്റായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കിട്ടിയാൽ ദൈവത്തിനോട് നന്ദി പറയണം. അല്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് അവിടെ കളിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. 14 വർഷമായി നൃത്തം അഭ്യസിക്കുന്ന അസിൻ നാടോടി നൃത്തത്തിന് പുറമെ കുച്ചിപ്പുടിയിലും ഭരതനാട്യത്തിലും മത്സരരംഗത്തുണ്ട്. ഡോക്ടർ സജേഷ് എസ് നായർ താമരശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് ഭരതനാട്യം അഭ്യസിക്കുന്നത്. വില്ലടം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സയൻസ് വിദ്യാർത്ഥിനിയാണ് അസിൻ. പെൺകുട്ടികളുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ അസിൻ ഉപജില്ലാ കലോത്സവത്തിലെ 2ാം സ്ഥാനത്തായപ്പോൾ അപ്പീലിലൂടെയാണ് ജില്ലാ കലോത്സവത്തിൽ വന്ന് 1ാമതായി A ഗ്രേഡോടെ സംസ്ഥാന തലത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ സന്തോഷവും ആത്മവിശ്വാസവുമാണ് അസിന് മുതൽക്കൂട്ടായിട്ടുള്ളത്. പന്ത്രണ്ടോളം മത്സരാർത്ഥികളാണ് അസിന് പുറമെ ഇതേ വിഭാഗത്തിൽ അവതരണങ്ങളുമായി വേദിയിലെത്തിയത്.
മികച്ച പ്രകടനങ്ങളുമായി ഏവരും ആസ്വാദകരുടെ മനം കവർന്നു. കാണികളുടെ മികച്ച പിന്തുണ കലാപ്രതിഭകൾക്ക് കൂടുതൽ മികവേകി. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ സിബി പോട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. കൊടുങ്ങല്ലൂർ എറിയാട് വെള്ളക്കെട്ട് രൂക്ഷം. 3 വീടുകൾ തകർന്നു. എറിയാട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പടിഞ്ഞാറേക്കുറ്റ് ചന്ദ്രൻ, എടച്ചാലിൽ ബിന്ദു എന്നിവരുടെ വീടുകളാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് ഭാഗികമായി തകർന്നത്. മരം വീണ് ചള്ളിയിൽ ബാബുവിന്റെ വീടിനും കേടുപാട് സംഭവിച്ചു. മഴവെള്ളം വന്നു നിറഞ്ഞതോടെ ഈ പ്രദേശങ്ങളിൽ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന ആശങ്കയുമുണ്ട്. മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മതിലകം പഞ്ചായത്ത് 7-ാം വാർഡിൽ കിഴക്കുംപുറം ഭാഗത്താണ് ദുരിതാവസ്ഥ. ഈ ഭാഗത്തുകൂടെയാണ് മതിലകം ബൈപ്പാസ് കടന്നുപോകുന്നത്. ബൈപ്പാസിന് പടിഞ്ഞാറ് ഭാഗത്ത് രൂപപ്പെട്ട മലിനജല സാന്നിധ്യമാണ് ദുഷ്കരമായ അവസ്ഥയുണ്ടാക്കിയിരിക്കുന്നത്. പ്രദേശത്തെ തോടുകളിലും പാടത്തും റോഡിലുമെല്ലാം കഴിഞ്ഞ 3 മാസത്തിലേറെയായി വെള്ളം കെട്ടിനിൽക്കുകയാണ്. റോഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹൈവേ നിർമ്മാണ സ്ഥലത്തേക്ക് വാഹനങ്ങൾ കടന്നുപോകാൻ തുടങ്ങിയതോടെ റോഡ് തകർന്ന അവസ്ഥയിലാണ്. വീടുകളുടെ വളപ്പിലും വഴിയിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. വെള്ളം ഒഴുകിപ്പോകാതായതോടെ 100-ലേറെ തെങ്ങുകളാണ് നശിച്ചത്. കുടിവെള്ള സ്രോതസ്സുകളും മലിനമായ നിലയിലാണ്. ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടുകൾ നികത്തിയതും കൽവർട്ടുകൾ അടഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമായി. ഓഗസ്റ്റിൽ തുടങ്ങിയതാണ് ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത്. നാഷണൽ ഹൈവേയുടെ പുതിയ നാഷണൽ ഹൈവേയുടെ പണി വന്നപ്പോൾ അവിടെ നിന്നുള്ള കൽവെട്ട് അവർ ഇട്ടിട്ട് അടച്ചു കളഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ തൽക്കാലം ഒരു നാളെ തുറക്കാമെന്ന് പറയാലോ. ഇത് 4 മാസമായിട്ട് ഇപ്പോൾ തുറന്നിട്ടില്ല അവർ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. 4 മാസമായിട്ട് ഇതിൽ സ്കൂൾ വണ്ടി പോകുന്നുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികൾ, ജോലിക്കാർ പോകുന്നുണ്ട്, എല്ലാവരും ഇതിൽ പോണതാണ്. പക്ഷെ നമുക്ക് ഇതുവരെയായിട്ടും ഇത് തുറന്നു തന്നില്ല. എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV, കയ്പമംഗലം. മഴക്കാലത്ത് റോഡിൽ രൂപപ്പെടുന്ന ഹൈഡ്രോ പ്ലാനിംഗ് പ്രതിഭാസത്തിൽ കരുതൽ വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഹൈഡ്രോ പ്ലാനിംഗ് മൂലം അപകടങ്ങൾ വർദ്ധിക്കുകയാണെന്ന് കണക്കുകൾ. മഴക്കാലത്ത് ടയറിനും റോഡിനും ഇടയിൽ രൂപപ്പെടുന്ന ജലപാളിയാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. റോഡും ടയറുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അപകടകരമായ പ്രതിഭാസമാണ് ജലപാളി പ്രവർത്തനം. ഇതുമൂലം ബ്രേക്കിന്റെയും സ്റ്റിയറിംഗിന്റെയും ആക്സിലേറ്ററിന്റെയും പ്രവർത്തനം സാധ്യമല്ലാതെ വരുന്നു. വാഹനത്തിന്റെ നിയന്ത്രണം ഡ്രൈവർക്ക് നഷ്ടമാവുകയും ചെയ്യും. മഴയുള്ള സമയങ്ങളിൽ വാഹനത്തിന്റെ വേഗത പരമാവധി കുറയ്ക്കണം. തേയ്മാനം സംഭവിച്ച ടയറുകൾ ഒഴിവാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മനക്കൊടി പുള്ളു റോഡ് ഉയർത്തി പുറംചാലിൽ നിന്നുള്ള വെള്ളം വാര്യം കോൾ പടവിലേക്ക് ഒഴുകി കൃഷി നശിക്കുന്നത് തടയാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് KLDC ബോർഡ് അംഗം AS കുട്ടി പറഞ്ഞു. പുറംചാലിൽ നിന്നും വെള്ളമൊഴുകി 116 ഏക്കർ നെൽകൃഷി നശിച്ച വാര്യം കോൾപടവ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുറംചാലിലെ ഒഴുക്ക് നിലച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇറിഗേഷൻ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം KR ഗോപിനാഥൻ, മണലൂർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ഓമന അശോകൻ, അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി K രാഗേഷ്, TV വിദ്യാധരൻ എന്നിവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. 3 മാസമായി വേതനവും ഇൻസെന്റീവും കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ആശാ വർക്കർമാരുടെ സ്വതന്ത്ര കൂട്ടായ്മ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സ്വരാജ് റൗണ്ടിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി ആശാ വർക്കർമാർ പങ്കെടുത്തു. തുടർന്ന് DMO ഓഫീസിന് മുൻപിൽ നടന്ന ധർണയിൽ ആശാ വർക്കർമാരായ KL സുബില, സിന്ധു, രാധിക തുടങ്ങിയവർ സംസാരിച്ചു. ധർണയെ തുടർന്ന് ആശാ വർക്കർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് സങ്കട ഹർജി സമർപ്പിച്ചു. സന്ധ്യ, നിത, പ്രിൻസി, സംഗീത തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾക്ക് പുരസ്കാരം നൽകി. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി സർക്കാർ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ആരംഭിച്ച സംവിധാനമായ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ മികവുറ്റ പ്രവർത്തനം മുൻനിർത്തിയാണ്
ബ്ലോക്ക് പുരസ്കാരത്തിന് അർഹമായത്. ഈ പുരസ്കാരം ഭിന്നശേഷി സൗഹൃദമായ പ്രവർത്തനങ്ങൾക്ക് കടുത്ത ഊർജം പകരുന്നതാണെന്ന് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ പറഞ്ഞു. കേരള സർക്കാരിൻ്റെ ഒരു സ്വപ്നം എന്ന രീതിയിലാണ് ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ നമ്മൾ സഹായിക്കാൻ ഏറ്റെടുത്തത്. അങ്ങനെ ഏറ്റെടുത്ത് പ്രവർത്തനത്തിൽ എല്ലാ BDO അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, CDPO ഉണ്ട്, എല്ലാ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരുടെയും സഹായത്തോടുകൂടി മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താനുള്ള ശ്രമം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. സുരക്ഷിതമായ കെട്ടിടവും വിശാലമായ അങ്കണവും സമാധാനപൂർണമായ പഠനാന്തരീക്ഷവും മതിലകം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലുണ്ട്. പരിശീലനം സിദ്ധിച്ച അധ്യാപകരും കുട്ടികൾക്ക് കരുതലും കൈത്താങ്ങുമായി കൂടെയുണ്ട്. നിപ്മറിൻ്റെ സഹായത്തോടെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പുകളിൽ ഒക്യുപേഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവയും സൈക്കോളജിസ്റ്റിൻ്റെ സേവനവും ലഭ്യമാക്കുന്നുണ്ട്. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സ്ഥിരവരുമാനം എന്ന നിലയ്ക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തയ്യൽ പരിശീലനവും നൂതന തയ്യൽ മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ മാനസികോല്ലാസത്തിനായി വിനോദയാത്രകളും സംഘടിപ്പിക്കാറുണ്ട്. TCV ന്യൂസ്, കയ്പമംഗലം. കേന്ദ്ര സർക്കാരിന്റെ MSME മന്ത്രാലയത്തിന് കീഴിലുള്ള തൃശൂരിലെ സംസ്ഥാനതല ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന വെണ്ടർ ഡെവലപ്മെന്റ് പരിപാടിക്ക് തുടക്കമായി. അയ്യന്തോൾ ഓഫീസിൽ നടന്ന പരിപാടി സംസ്ഥാന പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ ബോർഡ് ചെയർമാൻ K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. MSME തൃശൂർ DFO ജോയിന്റ് ഡയറക്ടർ GS പ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓഫ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജു റാഫേൽ, കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ പ്രസിഡന്റ് ഫിലിപ്പ് M. മുളയ്ക്കൽ, ലഘു ഉദ്യോഗ് ഭാരതി തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ VA വേണുഗോപാൽ, പ്രോഗ്രാം കോർഡിനേറ്റർ മാർട്ടിൻ P. ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര MSME മന്ത്രാലയം നടപ്പാക്കുന്ന പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയുടെ സുഗമമായ നടത്തിപ്പും ഒപ്പം കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകാൻ കഴിയുന്ന അനുയോജ്യരായ ചെറുകിട സംരംഭകരെ കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. കടവല്ലൂർ പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളി കുന്നിൽ നിന്ന് മണ്ണെടുക്കാനുള്ള അനുമതി ജിയോളജി വകുപ്പ് റദ്ദാക്കി. മുല്ലപ്പള്ളി കുന്ന് സംരക്ഷണ സമിതി നൽകിയ കോടതി അലക്ഷ്യ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി നൽകിയ ഉത്തരവനുസരിച്ചാണ് ജിയോളജി വകുപ്പിന്റെ നടപടി. കുന്നിൻ ചെരുവുകളിലും ചെങ്കുത്തായ സ്ഥലങ്ങളിലും മണ്ണ് നീക്കം ചെയ്യുന്നതിന് അനുമതി നൽകുന്നത് വിലക്കിക്കൊണ്ട് ഹൈക്കോടതി 4 മാസം മുൻപ് ഉത്തരവിട്ടിരുന്നു. ഈ വർഷമുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ. ഈ ഉത്തരവിന്റെ ലംഘനമാണ് ഇപ്പോൾ നൽകിയ അനുമതിയെന്ന് കാണിച്ച് CM ജിഷ്ണു ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. മുല്ലപ്പള്ളിക്കുന്നിൽ ഖനനം നടത്താൻ അനുമതി നൽകാനുണ്ടായ കാരണം ബോധിപ്പിക്കണമെന്ന് ജിയോളജിസ്റ്റിനോട് കോടതി ആവശ്യപ്പെട്ടു. നാട്ടുകാരുടെ കടുത്ത എതിർപ്പുകൾ അവഗണിച്ചാണ് ദേശീയപാത നിർമ്മാണത്തിന് മുല്ലപ്പള്ളി കുന്നിൽ നിന്ന് മണ്ണെടുക്കാൻ ശിവാലയ എന്ന കമ്പനിക്ക് ജിയോളജി അനുമതി നൽകിയത്. മണ്ണെടുക്കാനെത്തിയ ലോറികളും യന്ത്രങ്ങളും തടഞ്ഞ് നാട്ടുകാർ സമരം നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല. ഒരാഴ്ചയായി നടത്തിയിരുന്ന മണ്ണെടുപ്പാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ മൂലം തടഞ്ഞത്. ഇന്ത്യൻ എംബസി അനുബന്ധ സംഘടനയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം പുരസ്കാരം JK മേനോന്. സാമൂഹിക ജീവകാരുണ്യ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് തൃശൂർ സ്വദേശിയും ABN കോർപ്പറേഷൻ ചെയർമാനുമായ JK മേനോന് പുരസ്കാരം സമ്മാനിച്ചത്. ദോഹയിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ വിപുൽ മുഖ്യാതിഥിയായിരുന്നു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ അധ്യക്ഷത വഹിച്ചു. ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ ഭേദഗതികൾ നിയമനിർമ്മാണങ്ങളിൽ നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഉത്രാളി പൂരം കോർഡിനേഷൻ കമ്മിറ്റി. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ മറികടക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തും. സംഗമം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. ചീഫ് കോർഡിനേറ്റർ V. സുരേഷ് കുമാർ, ദേശകമ്മിറ്റി പ്രസിഡന്റുമാരായ AK സതീഷ് കുമാർ, TP ഗിരീശൻ, CA ശങ്കരൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക,
തൊഴിൽ ദിനങ്ങൾ 200 തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ചിറ്റാറ്റുകര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് KM പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി സതി കൃഷ്ണൻ, PG സുബിദാസ്, PA ഷൈൻ, BR സന്തോഷ്, PV അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശമംഗലം പഞ്ചായത്തിന് മുന്നിൽ NGO യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി. ദേശമംഗലം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ കയ്യേറ്റം ചെയ്തതിലും ആക്രമിച്ചതിലും പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N സിന്ധു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി P വരദൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MP സജീഷ് കുമാർ, ഏരിയ പ്രസിഡന്റ് V ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഫയൽ തീർപ്പാക്കുന്നതിന്റെയും കാര്യക്ഷമതയുടെയും ഭാഗമായി ജോലിക്കെത്തിയ അസിസ്റ്റന്റ് സെക്രട്ടറിയെ അസഭ്യം പറയുകയും നവമാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തുകയും ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശിവ പേരൂർ ശക്തൻ അയ്യപ്പൻ വിളക്ക് മഹോത്സവവും ഹിന്ദു ധർമ്മ പരിഷത്തും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തൃശൂർ ശക്തൻ നഗറിലാണ് അയ്യപ്പൻ വിളക്കും വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് 5 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വിവിധ ആദരണങ്ങളും നടക്കും. ഞായറാഴ്ച വൈകിട്ട് 6:30 വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്ന് അയ്യപ്പൻ വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കും. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ MV നടേശൻ, ശബരിമല അയ്യപ്പ സേവാ സമാജം ജില്ലാ അധ്യക്ഷൻ K മുരളീധരൻ, അഡ്വക്കേറ്റ് AP വാസവൻ, AV രമേഷ് ബാബു, V ബാലൻ പൂത്തോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് രൂപീകരിച്ച ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരി PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TV പ്രജിത്ത്, CDCB, കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ IK കൃഷ്ണകുമാർ, കൺവീനർ NB ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും മനോഹരമായ രീതിയിൽ കഴിഞ്ഞ വർഷവും മുൻകാലങ്ങളിലൊക്കെ ഷഷ്ടി നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ വരവ് ഒരു നല്ല സുഗമമായി ഷഷ്ടി നടത്തുന്നതിനുള്ളൊരു വരവായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ വർഷം നല്ല ആശയങ്ങളുമായിട്ട് കോർഡിനേഷൻ കമ്മിറ്റി. ആചാരങ്ങളുടെ അഭിഷേക കാവടികൾ ഒരുക്കുന്ന തിരക്കിലാണ് കൊടകര കാവിൽ ഇടയപുറത്ത് അരവിന്ദാക്ഷൻ എന്ന 71കാരൻ. അരവിന്ദാക്ഷന്റെ കരവിരുതിലാണ് കൊടകര ഷഷ്ടിയുടെ അഭിഷേക കാവടികൾക്ക് വർണ്ണശോഭയേറുന്നത്. പൂനിലാർക്കാവ് ദേവസ്വത്തിൻ്റെതാണ് അഭിഷേകത്തിനുള്ള കൊട്ടിക്കാവടികളെങ്കിലും 3.5 പതിറ്റാണ്ടിലേറെയായി അവയെ വർണ്ണാഭമാക്കുന്നത് അരവിന്ദാക്ഷന്റെ ദിവസങ്ങളോളം നീളുന്ന പരിശ്രമം കൊണ്ടാണ്. 1 മാസം മുമ്പ് തന്നെ ഈ അമ്പലക്കാവടികളെ അരവിന്ദാക്ഷൻ വീട്ടിലെത്തിച്ച് പഴയ കടലാസു പൂക്കളെല്ലാം മാറ്റും. മയിൽപീലി, വർണ്ണക്കടലാസുകൾ, ഈർക്കിൽ, പശ എന്നിവ ഉപയോഗിച്ചാണ് കാവടികളുടെ നിർമ്മാണം. 22 കാവടികളാണ് ഇക്കുറി നിർമ്മിച്ചിരിക്കുന്നത്. കാവടികളുടെ അവസാനഘട്ട മിനുക്കുപണിയിലാണിപ്പോൾ അരവിന്ദാക്ഷൻ. ഒരു 32 വർഷത്തോളം ഇത് കൊണ്ടുവന്ന് അലങ്കരിച്ച് കൊണ്ടുനടക്കല്. വളരെ കാലങ്ങളായിട്ട് ഇതിന്റെ പണികളൊക്കെ നമ്മൾ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ഒരു വഴിപാട് പോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജീവിതകാലം വരെ ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഷഷ്ടിയുടെ തലേദിവസം പൂനിലാർക്കാവിലെ മേൽശാന്തി ഈ കാവടികളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകത്തിനുള്ള പനിനീര്, ഭസ്മം, പഞ്ചാമൃതം, കളഭം എന്നിവ കെട്ടിയൊരുക്കും. ഷഷ്ടി ദിവസം ആദ്യ അഭിഷേകം പൂനിലാർക്കാവ് ദേവസ്വത്തിൻ്റെതാണ്. ഈ കാവടികളുമായാണ് അവർ അഭിഷേകത്തിന് പുറപ്പെടുക. അവിടെ എത്തി അഭിഷേകം നടത്തിയ ശേഷം കാവടികൾ തിരികെ പൂനിലാർക്കാവിലെത്തും. തുടർന്ന് വിവിധ കാവടി സംഘങ്ങളും അവരുടെ കാവടികളുമായി താളവാദ്യത്തിന്റെ അകമടിയോടെ അഭിഷേകത്തിനെത്തും. ഭക്തരുടെ അഭിഷേകങ്ങളും തുടർച്ചയായി നടക്കും. കുട്ടികളെ കൊണ്ട് വ്രതമെടുപ്പിച്ച് കുട്ടിക്കാവടികളുമേന്തി ഷഷ്ടി ദിവസം കുന്നിൻ മുകളിൽ എത്തുന്നവരും അനവധിയാണ്. മുൻകാലങ്ങളിൽ ഷഷ്ടി ദിവസം അഭിഷേകത്തിനെത്തുന്നവർ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ വ്രതമെടുത്ത് മുദ്രയണിഞ്ഞ് കാവിയുടുത്ത് പൂക്കാവടിയുമേന്തി
ഊരിചുറ്റുക പതിവായിരുന്നു. 2 പതിറ്റാണ്ട് മുമ്പ് നടനും നാടക സംവിധായകനുമൊക്കെയായി കലാരംഗത്ത് നിറഞ്ഞുനിന്ന പ്രതിഭയാണ് അരവിന്ദാക്ഷൻ. സിനിമാ താരം കമൽഹാസന്റെ നൃത്തഗുരുവായ ജെമിനി TR ഗോപാലകൃഷ്ണന്റെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. പൂനിലാർക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി ഭരണസമിതി അംഗവുമായ അരവിന്ദാക്ഷന് അഭിഷേക കാവടികളുടെ നിർമ്മാണം മുരുകസ്വാമിക്കുള്ള സമർപ്പണം കൂടിയാണ്. TC വിനോസ്, കൊടകര. കേരള ഭിന്നശേഷി സംഘടന 11ാമത് സമൂഹ വിവാഹത്തിലേക്കുള്ള വധൂവരന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഈ മാസം 15ലേക്ക് മാറ്റി. ഡിസംബർ 15-ന് സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ രാവിലെ 10-ന് കൂടിക്കാഴ്ച നടക്കുമെന്ന് സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടിക അറിയിച്ചു. നേരത്തെ ഡിസംബർ 7-നാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. കണ്ണൂരിൽ നടന്ന 8ാമത് എലൈറ്റ് മെൻ ആൻഡ് വുമൺ കേരള സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായി തൃശൂർ സ്വദേശിനി PR ധന്യ. മനക്കുടി സ്വദേശി പള്ളിപ്പുറത്തുകാരൻ രണദേവ് പ്രീതി ദമ്പതികളുടെ മകളാണ് ധന്യ. The guest of honors, Mr. Biju Umar, Senate member of Kannur University, escorted by Mr. Praju Kepal. Give them a good hand, ladies and gentlemen. ഗുരുവായൂർ സ്വദേശികളുടെ UAE പ്രവാസ കൂട്ടായ്മയായ ഗുരുവായൂർ NRI ഫാമിലി മീറ്റ് നടന്നു. UAE ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഷാർജ അൽ റാസി ഹാളിലായിരുന്നു ആഘോഷം. സല്യൂട്ട് UAE പ്രോഗ്രാമിൽ ഗായകരായ അതുൽ നൗറുകര, S കൃതിക എന്നിവർ നയിച്ച മ്യൂസിക്കൽ ബാൻഡിന്റെ സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു. ഈ രാജ്യത്തിന്റെ സൗഹൃദവും അതുപോലെ Haji Memorial Social Award goes to Mr. PK Cherian, Chairman PKC Properties. Emerging Business Award recipient is Mr. Benu Warrior, Managing Partner, Guruvayur Mukundam Paradam Ruchi. Samuhya Pratibhaddhata Puraskaram goes to തെക്കുംകര പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ മത്സരങ്ങളുടെ ഉദ്ഘാടനം എങ്കക്കാട് BCW ടെന്നീസ് കോർട്ടിൽ നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം C സുരേഷ്, കേരളോത്സവം യൂത്ത് കോർഡിനേറ്റർ അമൽ റാം, സംഘാടക സമിതി ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗം CK ബൈജു എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം വർണ്ണാഭമായി. പോപ്പോൾ മെഴ്സി ഹോം അങ്കണത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ അധ്യക്ഷയായി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ പരിധിയിലെ 26ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 50ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘം നമ്പർ 853 കീഴിലുള്ള വടക്കേ പടവ് തെക്കേ പടവ് ബണ്ട് ഏതു നിമിഷവും തകരാവുന്ന നിലയിൽ. പലയിടത്തും ബണ്ടിന്റെ മുകളിലൂടെ വെള്ളം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. സംഘം പ്രസിഡന്റ് KA അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങളും KN സിനോഷ്, MB സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നാനി ബിയ്യങ്കെട്ട് വഴി വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടു. കയ്പമംഗലം പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. കയ്പമംഗലം ഗ്രാമലക്ഷ്മി ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി. ഹീറോ യങ്സ് കൂരിക്കുഴി 2ാം സ്ഥാനവും സ്റ്റാലിയൻസ് 3 പീടിക 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. സംവിധായകൻ അമ്പിളി, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, CRPF റിട്ടയർഡ് CI CV ദേവദാസ് എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഇസഹാഖ് പുഴങ്കരയില്ലത്ത്, ദേവിക ദാസൻ, PK സുകന്യ, കോർഡിനേറ്റർ സക്കറിയ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. എങ്ങനെ ചെയ്തു നമുക്ക് അത്ഭുതം തോന്നും. ഇവരെങ്ങനെയാണ് ഇത് പഠിച്ചത്? വേറെ ആളും ഇതുവരെ പഠിപ്പിച്ചില്ല. പക്ഷെ അവർ പഠിച്ചത് അത് അത്ര നന്നായി എവിടെ അവതരിപ്പിക്കപ്പെടുന്നു. നമ്മുടെ ഇവിടെ സ്റ്റേജിൽ വന്ന് യാതൊരു കുഴപ്പമില്ലാതെ അവതരിപ്പിക്കപ്പെടുക. പാലിയൂർ സെന്റ് തോമസ് LP സ്കൂളിലെ ശുചിമുറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ HM ജ്യോതി ജോർജ് ചിറമൽ, നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്,
സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 3 മുതൽ 5 വരെ നടക്കുന്ന പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് മുന്നോടിയായി ഡോക്ടർ പി നാരായണൻകുട്ടി അനുസ്മരണവും സെമിനാറുകളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6-ന് ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സോപാനത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഡോക്ടർ EM സുരജ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഞായറാഴ്ച വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും വൈകിട്ട് 7-ന് സുകന്യ രാംഗോപാൽ നയിക്കുന്ന സ്ത്രീ താള തരംഗവും അരങ്ങേറും. സെമിനാർ കോർഡിനേറ്റർ കെ രാമചന്ദ്രൻ, ഫെസ്റ്റിവൽ ഡയറക്ടർ രാജീവ് മേനോൻ, ജനറൽ കൺവീനർ ദിനേശ് പെരുവനം, ശ്രീജ നടുവും, ആഷിഖ് പുറക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ ഹോം സ്റ്റേ സർവീസസ് വില്ല തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് ഗുരുവായൂരിൽ നടക്കുന്ന ക്ലാസ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ആർ സി പ്രേംബാസ് ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് PM പുഷ്പാങ്കദൻ, സെക്രട്ടറി PD ഷാജൻ, ജോബി ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി പഞ്ചായത്തിലെ ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ ദുർഭരണത്തിനും ജനവഞ്ചനയ്ക്കുമെതിരെ വ്യാഴാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ഉപവാസ സമരവും ധർണയും നടത്തുക. പഞ്ചായത്തിന്റെ അതിർത്തി നിർണയിച്ചതിലെ അപാകത, ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. UDF നേതാക്കളായ സലാം വെന്മനാട്, NJ ലിയോ, KC അബ്ദുള്ള, മുഹമ്മദ് സിംല, OJ സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കി 1.5 വയസ്സുകാരൻ. 100 വാഹനങ്ങളുടെ പേര് 4 മിനിറ്റിനുള്ളിൽ പറഞ്ഞാണ് ആന്റോൺ റെക്കോർഡ് കരസ്ഥമാക്കിയത്. എറവ് സ്വദേശി താണിക്കൽ കോടങ്കണ്ടത്ത് വീട്ടിൽ ആൻസൺ അഞ്ജു ദമ്പതികളുടെ മകനാണ് ആന്റോൺ ആൻസൺ. ഓട്ടോ ഏത് ഹാൻഡ് റിക്ഷ ഓക്കെ ഇത് ഏത് ഡബിൾ ഡെക്കർ ബസ് ഏത് വാട്ടർ ബസ് ഓക്കെ ഏതാണ് കാരവാൻ ഏത് ടൂറിസ്റ്റ് ബസ് ഏതാ ഓക്കെ ഇതെന്തുട്ടാ ഏതാ സ്ട്രീറ്റ് സ്വീപ്പർ. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,115 രൂപ, പവന് 56,920 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,224 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ആനയെഴുന്നള്ളിപ്പിൽ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് ഹൈക്കോടതി. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുതെന്നും ഹൈക്കോടതി. പൂജാ ബമ്പർ നറുക്കെടുത്തു. 1ാം സമ്മാനമായ 12 കോടി. JC 325526 എന്ന നമ്പർ ടിക്കറ്റിന്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം. മണ്ണുത്തി തിരുവാണിക്കാവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. 2 പേർ പിടിയിൽ. ക്രിസ്മസ് പ്രമാണിച്ച് മദ്യമുണ്ടാക്കി വിപണനം നടത്താനാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് സൂചന. ചേലക്കര MLA ആയി UR പ്രദീപും പാലക്കാട് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. UR പ്രദീപ് സഗൗരവവും രാഹുൽ ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് മത്സ്യബന്ധന ബോട്ടിടിച്ച് 2 ചീന വലകൾ തകർന്നു. കടലിലേക്ക് ഇറക്കുകയായിരുന്ന ബോട്ട് ചീന വലകൾ ഇടിച്ചു തകർക്കുകയായിരുന്നു. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അകമല ചാക്യാർകുന്നിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ സൗരോർജ്ജ വേലി അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ.
റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ. 15 വേദികളിലായാണ് നാളെ മത്സരങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.